Hello guys, welcome to the third day of Mr. Digambaran's holiday series. വലിയ പ്ലാനുകളാണ്, പക്ഷെ ഒന്നും നടക്കണില്ല. കൂട്ടുകാരും വീട്ടുകാരൊക്കെ പറഞ്ഞ പോലെ നീ വീട്ടിൽ പോയാൽ ഒന്നും ചെയ്യാൻ പോകുന്നില്ല, വെറുതെ ഇവിടെ ഇരിക്കത്തേ ഉള്ളൂ. സത്യസന്ധമായ കാര്യം, ഒന്നും ചെയ്യാൻ തോന്നുന്നില്ല. വീട്ടിലിരുന്ന് ഇങ്ങനെ വെറുതെ സമയം കളയാൻ തോന്നുന്നു. വീഡിയോ എടുക്കാനും തോന്നുന്നില്ല, എവിടെയും പോകാനും തോന്നുന്നില്ല. എൻ്റെ ബെഡിൽ കിടക്കുക, അമ്മ ഉണ്ടാക്കുന്ന ചോറ് കഴിക്കുക, ഇരിക്കുക. ഓ, അതൊരു ലൈഫ് തന്നെ അല്ലേ. പക്ഷേ ഇന്നത്തെ ദിവസം ഒരു പ്ലാനുണ്ട്. ഞാൻ എൻ്റെ വാർഷികക്കുട്ടിയെ കാണാൻ പോവാണ്. ഓക്കെ, ഇതൊരു സർപ്രൈസ് വിസിറ്റാണ്. അവൾക്കൊരു ഐഡിയ ഇല്ല. ഞാനിത് മുന്നേ പ്ലാൻ ചെയ്തതാണ്. ടിക്കറ്റ് കാര്യങ്ങളൊക്കെ മുന്നേ ബുക്ക് ചെയ്ത് അങ്ങനെയാണ് ഞാൻ പോകുന്നത്. എൻ്റെ കൂടെ വൈച്ചും ഉണ്ടാവും. അപ്പോൾ ഞാൻ എണീറ്റ പാടാണ്, പല്ലുകൂടെ തേച്ചില്ല. റെഡി ആവണം, സെറ്റാവണം. ഭയങ്കര എക്സൈറ്റഡ് ആണ് അവളെ കാണാൻ പോകുന്നതിൽ. ഇന്നലെ മൊത്തം പരിപാടിയായിരുന്നു. ഇന്നലെ സച്ചിൻ്റെ വീട്ടിൽ കൂടലായിരുന്നു. എനിക്ക് മര്യാദയ്ക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. മര്യാദയ്ക്ക് എന്നല്ല, ചെറിയൊരു കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വീഡിയോ എടുത്തു. എന്താ വെച്ചാൽ ഇന്നലെ മിഞ്ഞാന്ന് വന്നപാടെ പിറ്റേ ദിവസം എനിക്ക് ഭയങ്കര ജലദോഷമായിരുന്നു. എനിക്ക് നിൽക്കാനിരിക്കാനും വയ്യ, അമ്മാതിരി ജലദോഷം. ആവി പിടിച്ച് 2-3 പ്രാവശ്യം ആവി പിടിച്ചിട്ടൊക്കെയാണ് സെറ്റായത്. ഇപ്പോഴും മാറിയില്ല. ഇപ്പം എൻ്റെ സൗണ്ടിലൊക്കെ വ്യത്യാസമുണ്ട്. എന്നാലും അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുക. ഓൾറെഡി മുന്നേ ടിക്കറ്റും കാര്യങ്ങളൊക്കെ ബുക്ക് ചെയ്ത് പോയേ, അല്ലെങ്കിൽ കുറച്ചൊന്ന് ഓക്കെ ആയിട്ട് ഞാൻ പോകുള്ളൂ. അപ്പോൾ എന്താ വെച്ചാൽ ഞാൻ ഇന്നലെ പരിപാടിയൊക്കെ കഴിഞ്ഞ് എത്തിയൊരു 2 മണി 3 മണിക്ക് ആ സമയത്തൊക്കെയാണ്. പിന്നെ കുളിച്ച് കിടന്നു. ഒരു 3:30 ആകുമ്പോൾ കിടന്ന് കാണും. കിടന്ന് 6 മണിക്ക് എണീക്കുകയും ചെയ്തു. അതിൻ്റെയാണ് എൻ്റെ മുഖത്ത് കാണുന്ന ഈ വാട്ടം. ഇപ്പോൾ റെഡി ആവണം, ഒന്ന് കുളിച്ച് കുട്ടപ്പനാവണം, എന്നിട്ട് ഇറങ്ങണം. ഓക്കെ, എന്നാൽ പിന്നെ റെഡി ആയിട്ട് കാണാം. ബൈ. അതെ മിസ്റ്റർ ദിഗംബരൻ, തുറന്നു പറയുകയാണെങ്കിൽ നാട്ടുകാർക്കെല്ലാം നിങ്ങളെപ്പറ്റി വളരെ മോശം അഭിപ്രായമാണ്. ഇനിയെങ്കിലും എല്ലാവരെയും കൊണ്ട് അതും പറയിക്കാതെ ഒരു നല്ല രീതിക്ക് ജീവിച്ചൂടെ? അമ്മ രാവിലെ തന്നെ എണീറ്റ് എനിക്ക് ദോശയും പയറുകറിയൊക്കെ സെറ്റാക്കി വെച്ചാൽ എനിക്ക് കഴിക്കാൻ പറ്റണില്ല. ഇത്ര ആരൊന്നും കഴിക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു അങ്ങ് പാക്ക് ചെയ്തോ, ഇത്രയും കഴിക്കാമെന്ന് പറഞ്ഞു. ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. കാക്കിൽസിൻ്റെ ടീഷർട്ടും പാൻറ്റും. ബൈ. വൈച്ചു, ഞാൻ എത്ര എക്സൈറ്റഡ് ആണെന്ന് അറിഞ്ഞേക്ക് ഓക്കെ. എന്നെ കണ്ടാൽ അവൾ ഞെട്ടു. ഉറപ്പാ? അറിയില്ലല്ലോ. ഇല്ല. എൻ്റെ പ്ലാൻ എന്താ വെച്ചാൽ, ഞാൻ അവളുടെ ഫ്രണ്ടിനോട് പറഞ്ഞിട്ടുണ്ട്, അവൾ കൺസൾട്ട് ചെയ്യുന്ന റൂമിലേക്ക് എന്തെങ്കിലും വേറെ എന്തെങ്കിലും ശരവണനോ അങ്ങനെ എന്തെങ്കിലും പേരിട്ടിട്ട് പോവാം. പക്ഷെ എൻ്റെ ഈ ഡ്രസ്സിൽ പിടിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് ഡ്രസ് സ്വാപ്പ് ചെയ്തല്ലോ. ശേഷം കാണുമ്പോൾ എന്ത് കൊടുക്കുന്നു? UK സാധനങ്ങളുണ്ടതില്ല, അത് കൊടുക്കും. അല്ലാണ്ടൊന്നും കൊടുക്കാൻ. പിന്നെ ഇതൊന്നും ഇടില്ല മല്ലയ്യ, ഒന്നും ഇടില്ല. നമ്മളെ നാട്ടിൽ ട്രെയിനിൽ കഴിക്കാം, എവിടെയും കഴിക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ഷൊർണൂർ എത്തി. വണ്ടി ഏതാണ്ട് ഒരു അരമണിക്കൂറോളം പിടിച്ചിട്ടു. ഭയങ്കര ചടപ്പായിരുന്നു. ഞാൻ ഫുഡൊക്കെ പാക്ക് ചെയ്ത് കൊണ്ടുവന്നതാണ്. അതുകൊണ്ട് നമ്മൾ ഫുഡൊക്കെ കഴിച്ച് സെറ്റായിരിക്കുക. ഞാൻ ലൈൻ എടുക്കുന്നത് ഞാൻ ദീപക്ക് മെസ്സേജ് അയച്ചായിരുന്നു. പാലക്കാട് വരാൻ നിൽക്കും, പാലക്കാട് ഇറങ്ങിയാൽ നിന്നെ കാണാൻ പറ്റുമോ എന്ന് വെറുതെ ചോദിച്ചായിരുന്നു. അപ്പോൾ അവൾ ഓൾറെഡി പ്ലാൻ ചെയ്തു എന്നെ കാണാൻ വരാമെന്ന്. അപ്പോൾ പ്ലാൻ പാളിപ്പോയതിൽ അവൾക്ക് നല്ല സങ്കടമുണ്ട്. എന്നോട് പറഞ്ഞു ഇനി ഞാൻ വരുന്നില്ല, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് കലിപ്പായിരിക്കുക.
വയ്യ, എൻ്റെ സൗണ്ടിനൊക്കെ നല്ല മാറ്റമുണ്ട്. തണുപ്പ് പിടിച്ചിട്ടേ ട്രെയിനിൽ കുറച്ചു നേരം കിടന്നുറങ്ങി, എന്നാലും ശരിയായിട്ടില്ല. കണ്ടോ, പുതിയ ആയുധമാണ് എൻ്റെ. തണുപ്പ് പിടിച്ച് എൻ്റെ മൂക്കൊക്കെ ഇങ്ങനെ അടഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. പടക്കിടക്ക് ഇതിട്ടൊരു വലി. പിന്നെന്താ, ട്രെയിനിൽ എത്രയായി? 1 കൊല്ലമായി ട്രെയിനിൽ യാത്ര ചെയ്തിട്ട് ഇവിടുത്തെ. അപ്പം അതിൻ്റെ ഒരു വൈബ് കണ്ടാ, പാടങ്ങളൊക്കെ കണ്ടുകൊണ്ട് കാണിച്ചു കൊടുക്കുക. നല്ല വൈബ് അടിച്ചിങ്ങനെ പോകാൻ പറ്റും. എന്താ സുഖം, ആഹാ. ലോങ് ജേണി ആയിരുന്നു, മടുത്തു ട്രെയിനിൽ ഇരുന്നിട്ട്. നല്ല മടുപ്പ്. അത് ഷൊർണൂരിലെ ഒരു 1.5-3 മണിക്കൂർ പിടിച്ചിടുകയും ചെയ്തു. അയ്യോ സീൻ. വൈച്ചു ആദ്യമായിട്ടാണ് തമിഴ്നാട് ഇരുന്നത്. തമിഴ്നാട് എന്തായിരുന്നു നിന്റെ തമിഴ്നാട് എന്ന് പറയുമ്പോൾ എൻ്റെ എക്സ്പെക്ടേഷൻ എന്തായിരുന്നു? പക്ഷേ പിള്ളേരൊക്കെ നല്ല സീനറി ആവും. എനിക്ക് സീനറിക്ക് പാലക്കാട് കഴിഞ്ഞിട്ടുള്ള സീനറിക്കാണ് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞത്. പാലക്കാടിലൊക്കെ എന്തായാലും നല്ല ഉറക്കമായിരുന്നു. ഫുഡ് കഴിച്ചിട്ട മതി. എനിക്ക് ഫുഡ് നമ്മൾ എവിടെയെങ്കിലും ഇരുന്ന് കഴിക്കണം. ബാക്ക് സൈഡാണ് വെച്ചാൽ നോക്ക്. അവിടെ നമ്മ തമിഴക വെട്രി കലകത്തോടെ കലകന്നല്ലേ, എന്താ പറയാ, വിജയ് അണ്ണൻ. ഇത് ആണ് വർഷമോള്, ഫ്രണ്ടാണ് വർഷയുടെ. ഷടാ, സത്യമായിട്ട് ഒരു മാസ്ക് എടുത്ത് ഞാൻ പൊളിക്കായിരുന്നു. സർപ്രൈസ് ആണ്. പക്ഷെ മാസ്ക് ഇല്ലാത്ത ഭയങ്കര മോശമായി. മാസ്ക് ഉണ്ടായിരുന്നെങ്കിൽ ഹായ് മാം. എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ. ഞാനാ കാർത്തിക്. എവിടെ അറിയാം. എന്താ ഭംഗി. ஆய் எப்படி இருக்கு? நல்லா இருக்கா? எங்க போற நீ? எங்க போற? எங்க போ? சோக்கி வேணாமா? சோக்கி சாக்லேட் வேணாமா? ஐஸ்கிரீம் வேணாமா? ஐஸ்கிரீம் வேணும், சாக்லேட் வேணும். எங்க போற? போலாமா? அங்க போற. அங்க யாரு இருக்கு? யாரும் இல்ல அங்க. ഇതാണ് നമ്മുടെ തന്മതിക്കുട്ടി. ഞാൻ എപ്പോഴും വർഷനെ വിളിക്കുമ്പോഴും ഈ കുഞ്ഞാപ്പി വന്നിട്ട് എന്നോട് എന്തൊക്കെയോ സംസാരിക്കും. എന്നെ കണ്ടപാടെ മാമ എന്ന് വിളിക്കുന്നതാ. ഓ ഇപ്പൊ വന്നടി, ഒന്നെ പാക്കുന്നതുக்கு தான் வந்தேன். கொண்டு வந்திருக்கு. எப்படிச்சே? சொச்சல்ல, அது சொச்சு கிடையாது. என்ன அது என்னது? மைக்கு. என்ன மைக்கு? சவுண்ட் வரும்ல, பேசுவாங்கல்ல. நம்ம ஒரு பாட்டு பாடு பாப்போம். காக்கே காக்கே பாடி கொடுக்கு. കാക്കേ കാക്കേ തുരിയ കൂട്ടിനകത്ത് തുണിണ്ട കുഞ്ഞിന് തീറ്റ കൊടുക്കാൻ വിഷന്ന് കരയും. പിന്നെന്താ? നെയ്യപ്പം. ഇല്ല തരില്ല നെയ്യപ്പം. இன்னொன்னு பாட்டு தெரியும்ல? டோனி டோனி பாப்பா. நோ பா 18 sugar. நோ பாப்பா. நோ பாப்பா. அப்பனி யாரம்மா? 1 2 3 தெரியும்ல? 1 2 3 தொய்யா 6. அப்புறம் 8 இல்ல, 8க்கு முன்ன ஒன்னு இருக்கு. 7 எங்க? 7 அப்புறம் தேங்க்ஸ்.
തോറ്റിട്ട് വേണം തൊട്ട് ചോക്ലേറ്റ് ഇല്ലേ ഇത് മൈക്ക് തോറ്റിട്ട് വേണം ചോക്ലേറ്റ് വേണം ചോക്ലേറ്റ് വേണമാ എന്ത് ബാഗിൽ ഇരിക്കേ അപ്പുറമാ തരേ உனக்கு எப்போ வேணுமா நம்ம ரூமில் வரൂലേ அப்போ അമ്മ இது யாரு അച്ഛനമ്മ ഇവിടെ അച്ഛനമ്മ അച്ഛനമ്മ அத்தை அம்மா வீட்ல இருக்காங்க வீட்டுல நான் யாரு நான் யாரு சொல்லுங்க மாமா யாரோட மாமா அந்த மாமா பாத்துருக்கா எங்க எங்க பாத்துருக்கு அந்த மாமாவை எங்க பாத்துருக்கு இது பிடி பிடி அந்த இது எங்க இருக்கு തന്നെ அந்த மாமாவை எங்க பாத்துருக்கு நம்ம ഫോണിലാ സോണി അപ്പുറം അങ്ങനെ കുഞ്ഞിപ്പെണ്ണോട് വർത്താനൊക്കെ പറഞ്ഞു കുറച്ച് കഴിയുമ്പോഴേക്ക് പെണ്ണ് മൈക്ക് തരുന്നില്ല അങ്ങനെ കെഞ്ചിട്ടൊക്കെയാണ് മൈക്ക് തിരിച്ചു തന്നത് പിന്നെ കുറച്ച് നേരം പോകാൻ നോക്കുമ്പോഴേക്ക് എന്നെ പോകാനും വിടുന്നില്ല മാമ പോകണ്ട അറിഞ്ഞ് ഞാൻ കുറേ നേരം അവിടെ ഇരുത്തി ലാസ്റ്റ് അവളുടെ അച്ഛൻ വന്നിട്ടാണ് അവിടെ കൂട്ടിപ്പോയത് അയ്യോ അയ്യോ നാച്ചുറൽ നിന്റെ മുട്ടായി തീർത്തു വിശാല് മക്രോണിന്റെ കവറിൽ സ്നിക്കേഴ്സ് തുറന്നോക്ക് ഇത്രയും വലുതോ എന്തായിരിക്കും എന്തൊക്കെയാണ് ബോഡി വാഷ് പിന്നെന്താ റിച്വൽസിന്റെ എന്റെ അല്ല ഇതെന്താ നീ കഴിഞ്ഞ പ്രാവശ്യം കൊടുക്കുന്നത് അല്ല കഴിഞ്ഞ ദിവസം കട്ടി ഇതാ നീ കഴിഞ്ഞ പ്രാവശ്യം കൊടുത്തതേ അമ്മ സത്യമായിട്ട് മനസ്സാവാചന ഞാൻ അറിഞ്ഞില്ല ഇതേതാ സാധനം ഇവിടെ ഉണ്ട് നാളത്തെ വ്ളോഗിൽ വരിക ഞാനില്ല അങ്ങനെ പറയല്ലേ ഞാൻ അങ്ങ് കാസർഗോഡ് വന്ന് സർപ്രൈസ് കൊടുത്ത് എനിക്ക് വാങ്ങി തന്നെന്താ അറിയോ ഒരു മുട്ട പപ്സ് വേണ്ടാ ശരി എനിക്ക് വേണ്ടില്ല ഓട്ട പപ്സ് ഞാൻ ഇതൊക്കെ വരുവടി അച്ഛേ നീ സർപ്രൈസ് ആയോ ഞെട്ടിയോ നീ ഇതെടുക്ക് പല്ലി വെച്ചില്ലേ ഞെട്ടിയോ പെട്ടെന്ന് കണ്ടപ്പോ എന്താ തോന്നിയത് പെട്ടെന്ന് കണ്ടപ്പോ തോന്നിയത് പറയേ പപ്സ് കഴിച്ചിട്ട് ബാക്കി പറയാം കഴിച്ചോ കഴിച്ചോ അങ്ങനെ തിരുപ്പൂരിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അവളുടെ കൂട്ടുകാരൊക്കെ വന്നു എവിടെയെങ്കിലും കറങ്ങാൻ പോകാമെന്ന് പ്ലാൻ ഇട്ടത് പക്ഷേ തിരുപ്പൂർ ഒന്നുമില്ല കാണാൻ വേണ്ടി അവിടെ അടുത്ത് നൈറ്റ് ഒരു പാർക്ക് ഉണ്ടെന്ന് പറഞ്ഞു പക്ഷെ അത് ക്ലോസ് ആണ് അത്ര പിന്നെ ഒന്നും നോക്കിയില്ല കോയമ്പത്തൂരേക്ക് അങ്ങ് വിട്ടു കോയമ്പത്തൂർ സത്യം പറഞ്ഞാൽ കുറേ കാണാനുണ്ട് എന്നാലും നമ്മൾ പോയത് ബ്രൂക്ക്ഫീൽഡ്സ് മാളിലേക്കായിരുന്നു മാളൊക്കെ കറങ്ങി ഫുഡൊക്കെ കഴിച്ച് കുറച്ച് സൊറയൊക്കെ പറഞ്ഞ് നമ്മൾ അടുത്ത ട്രെയിൻ അങ്ങ് മടങ്ങി ശരിക്കും പറഞ്ഞാൽ നമുക്ക് തിരിച്ചു പോകാനുള്ള ട്രെയിന് 1 മണിക്കാണ് അപ്പൊ അവിടെ തിരുപ്പൂർ എന്തുകൊണ്ടൊക്കെ കോയമ്പത്തൂർ വന്നത്
ഒന്നുമില്ല, ഒരു ഉണ്ണാക്കാട് കാണാൻ. ആകെയുള്ള ഒരു പാർക്ക് അപ്പൊ ചിക്കന്റെ ലാസ്റ്റ് പീസ് പരുതുന്ന വർഷ. സന്തോഷ ഇത്ര സങ്കടം ആന്റി പോയില്ലല്ലോ. ഗൈസ്, നിങ്ങൾക്ക് കഴപ്പെന്താണെന്ന് കാണണം. ആ വണ്ടി ഇറങ്ങി അടുത്ത വണ്ടിയിലേക്ക് പോകുന്നു. ആദ്യത്തെ വണ്ടിയിൽ കയറിയപ്പോഴാണ് ഏതോ ഒരുത്തം പറഞ്ഞത് മറ്റേ വണ്ടിയാണ് ആദ്യം പോകുന്നത്. പിന്നെ ഓടിപ്പിടിച്ച് അവിടെ എത്തിയപ്പോൾ ആ വണ്ടി മിസ്സായി. മറ്റേ വണ്ടി പോയ സ്ഥിതിക്ക് ആദ്യം കയറിയ വണ്ടി തന്നെ എടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ ദേ അതും പോയി. അതുകൊണ്ടല്ലേ എടുക്കുന്നത്. അങ്ങനെ ദേ നമ്മുടെ സർപ്രൈസ് വീഡിയോ ഇവിടെ കഴിയാണ്. അവരൊക്കെ ഹാപ്പി ആക്കി ട്രെയിൻ കയറ്റി വിട്ടു. രാവിലെ മുതലേ ഗെയിം കളിക്കാൻ പറ്റാത്തതിന്റെ വിഷമം. അവൻ കൊതുകടി പോലും മൈൻഡ് ചെയ്യാണ്ട് കിടന്നു ഇരുന്നൊക്കെ കളിക്കുന്നുണ്ട്. സമയം ദേ പിറ്റേ ദിവസം ആയിരിക്കുന്നു. സത്യം പറഞ്ഞാൽ കുറേ ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. പക്ഷേ എനിക്കിപ്പോൾ ഒരു കാര്യം മനസ്സിലായി. എന്നെ സ്നേഹിക്കുന്നതും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നതായ ഒരുപാട് ആൾക്കാരുണ്ട്. അവരൊക്കെ നിരന്തരം എന്നോട് ചോദിക്കുന്നുണ്ട് അടുത്ത വീഡിയോ എപ്പോഴാണ്. എല്ലാവരുടെയും സപ്പോർട്ടിന് 1000 നന്ദി ഓർമ്മയുണ്ട്. എൻ്റെ അടുത്ത വീഡിയോ ഞാൻ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അതുവരേക്കും ടാറ്റാ, ബൈ ബൈ.